الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ നാം ഇപ്പോൾ വായിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള റജാ കാരണത്താൽ, പ്രതീക്ഷ കാരണത്താൽ തിന്മകളിൽ മുഴുകുന്ന ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹു പുറത്തു തരും എന്ന് വിചാരിച്ചുകൊണ്ട് തിന്മയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ആളുകൾ മനസ്സിലാക്കേണ്ട അള്ളാഹുവിൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഒഴിവാക്കുന്നതും വിരോധനകളും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ശിക്ഷകൾ, അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളാണ് വായിച്ചത്. അതിൽ അടുത്ത ഹദീസ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുന്നു: വഫി സഹീഹി മുസ്ലിമിൻ അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇന്ന അവ്വലൻ നാസി യുഖ്ലാ ഫീഹി യൗമൽ ഖിയാമ സലാസതൻ. നാളെ യൗമുൽ ഖിയാമയിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ആളുകൾ മൂന്ന് കൂട്ടം ആളുകളാണ്. റജുലുൻ ഉസ്തുഷ്ഹിദ, ഒന്നാമത്തെ ആൾ ഷഹീദായി കൊല്ലപ്പെട്ട, മരണപ്പെട്ട വ്യക്തിയാണ്. ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ. അങ്ങനെ അവനെ അള്ളാഹുവിന് മുമ്പിൽ കൊണ്ടുവരപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ നിഅമത്തുകൾ, അവന് ജിഹാദിൽ പങ്കെടുക്കാൻ ആവശ്യമായ സമ്പത്ത്, ആരോഗ്യം, ആയുധങ്ങൾ, അങ്ങനെ നൽകിയ നിഅമത്തുകൾ അവനെ കാണിക്കും, അറിയിക്കും. അവനത് എല്ലാം അംഗീകരിക്കും. ഫഖാല മാ അമിൽത ഫീഹ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും, നീ ഇതുകൊണ്ട് എന്താണ് പ്രവർത്തിച്ചത്? ഖാല ഖാതൽതു ഫീക ഹത്താ ഖുതിൽതു. അല്ലാഹ്, നിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തു, ഞാൻ കൊല്ലപ്പെടുന്നത് വരെ എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മറുപടി പറയും, കദബ്ത, നീ കളവാണ് പറയുന്നത്. വലാകിൻ ഖാതൽത ലിയുഖാൽ ഹുവ ജരീഉൻ വഖദ് ഖീല. എന്നാൽ നീ യുദ്ധം ചെയ്തത് നീ ധീരനാണെന്ന് പറഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ടാണ്, നീ അത് കേട്ടിട്ടുണ്ട്. ثم أمر به فسحب على وجهه حتى ألقي في النار. അങ്ങനെ അവന്റെ മേലെ കൽപ്പിക്കപ്പെടുകയും അവനെ മുഖം വലിച്ചഴിച്ച് നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യും. രണ്ടാമത്തെ വ്യക്തി വറജുലും തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ. രണ്ടാമത്തെ വ്യക്തി ഇൽമ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തവനാണ്. ഫൗതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ. അവനും അല്ലാഹു നൽകിയ നിഅമത്തുകൾ കാണിച്ചു കൊടുക്കും. ഫഖാല, എന്നിട്ട് ചോദിക്കും, മാ അമിൽത ഫീഹ, നീ ഇതുകൊണ്ട് എന്താണ് പ്രവർത്തിച്ചത്? ഖാല തഅല്ലംതു ഫീകൽ ഇൽമ വഅല്ലംതുഹു. അവൻ പറയും, ഞാൻ നിന്റെ ഈ ഇൽമ, നിന്റെ ദീനിന്റെ ഇൽമ അത് പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വഖറഅതു ഫീകൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്തു നിനക്ക് വേണ്ടി എന്ന് പറയും. ഫഖാല, അപ്പോൾ അല്ലാഹു തആല പറയും, കദബ്ത, നീ കളവാണ് പറയുന്നത്. വലാകിൻ തഅല്ലംത ലിയുഖാൽ ഹുവ ആലിമുൻ. പക്ഷെ നീ പഠിച്ചത് ആലിം എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഫഖദ് ഖീല, അത് നീ കേട്ടിട്ടുണ്ട്. വഖറഅതൽ ഖുർആൻ ലിയുഖാൽ ഹുവ ഖാരിഉൻ ഫഖദ് ഖീല. നീ ഖുർആൻ പാരായണം ചെയ്തത് നീ ഖാരി ആണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അതും നീ കേട്ടിട്ടുണ്ട്. ثم أمر به فسحب على وجهه حتى ألقي في النار. വീണ്ടും അവനോട് കൽപ്പിക്കപ്പെടും, അവന്റെ മേലെ കൽപ്പിക്കപ്പെടും, അവനെ മുഖം കുത്തിയവനായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ورجل وسع الله عليه وأعطاه من أصناف المال كله. മൂന്നാമത്തെ വ്യക്തി ധാരാളം വിശാലമായ സമ്പത്ത്, എല്ലാ തരത്തിലുമുള്ള വിശാലമായ സമ്പത്ത് നൽകപ്പെട്ട വ്യക്തിയായിരിക്കും. فأوتي به فعرفه نعمه فعرفها. അവനെ കൊണ്ടുവരപ്പെടുകയും അവന്റെ നിഅമത്തുകൾ അറിയിച്ചു കൊടുക്കും, അവനത് അംഗീകരിക്കും. ഫഖാല മാ അമിൽത ഫീഹ. അവനോട് ചോദിക്കും, നീ ഇതുകൊണ്ട് എന്താണ് പ്രവർത്തിച്ചത്? ഫഖാല മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീഹ ഇല്ലാ അൻഫഖ്തു ഫീഹ ലക്. അള്ളാഹ് നീ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു മാർഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാർഗത്തിലൊക്കെ നിനക്ക് വേണ്ടി ഞാൻ പണം
സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയും. ഖാല കദബ്ത, അപ്പോൾ അല്ലാഹു പറയും നീ കളവാണ് പറഞ്ഞത്. വലാകിന്നക ഫഅൽത ലിയുഖാൽ, നീ ഇത് ചെയ്തത് എന്ത് പറയപ്പെടാൻ വേണ്ടിയിട്ടാണ്? ഹുവ ജവാദുൻ, അവൻ വലിയ ഔദാര്യവാനാണെന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഫഖദ് ഖീല, അത് നീ കേട്ടിട്ടുണ്ട്. ثم أمر به فصحب على وجهه حتى ألقي في النار, അവനോട് കൽപ്പിക്കപ്പെടും, അവനെ നരകത്തിലേക്ക് മുഖം വലിച്ച് എറിയപ്പെടും. എന്നിട്ട് ഇതിന്റെ മറ്റു ലഫ്ദിൽ ഹദീസിൽ കാണാം ഫഹഉലാഇ സലാസതു അവ്വലു ഖൽഖില്ലാഹ് തുസഅറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമ, ഈ ആളുകളാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകൾ, ഈ മൂന്ന് കൂട്ടരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് ഒരു മുഅ്മിനിനെ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ 3 തവണയോളം ബോധം കെട്ട് വീഴുമാറ് ഈ ഹദീസ് ഉദ്ധരിക്കാൻ തുടങ്ങുമ്പോൾ ഭയപ്പെട്ടിട്ട് കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിൽ പോകുമാറുണ്ടായിരുന്നു. അത്ര ഭയപ്പാടോടുകൂടിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കാറുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് സമിഅതു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ യഖൂൽ, ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കമാ അന്ന ഖൈറൻ നാസിൽ അംബിയാ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ അംബിയാക്കളാണ്, നബിമാരാണ്. അതുപോലെ ഫശറുൻ നാസി മൻ തശബ്ബഹ ബിഹിം മിനൽ കദ്ദാബീൻ, ജനങ്ങളിൽ ഏറ്റവും ഷർറ് നിറഞ്ഞ ആളുകൾ നബിമാരോട് സാദൃശ്യപ്പെടുന്ന ആളുകളാണ്, അഥവാ ഞാൻ നബിയാണെന്ന് വാദിക്കുന്ന ആളുകളാണ്. വദ്ദഅ അന്നഹു മിൻഹും വലൈസ മിൻഹും, അവർ നബിയാണെന്ന് വാദിക്കുന്നു, അവർ നബിയല്ല. ഫഖൈറുൻ നാസി ബഅദഹും, നബിമാർക്ക് ശേഷം ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ അൽ ഉലമാ, പണ്ഡിതന്മാരാണ്. വശുഹദാ, ശുഹദാക്കളാണ്. വൽമുതസദ്ദിഖൂൻ അൽ മുഖ്ലിസൂൻ, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന, ഇഖ്ലാസോടുകൂടി ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ്. വശർറുൻ നാസി മൻ തശബ്ബഹ ബിഹിം യൂഹമു അന്നഹു മിൻഹും വലൈസ മിൻഹും, ജനങ്ങളിൽ ഷർറ് നിറഞ്ഞിട്ടുള്ള അടുത്ത ആളുകൾ ഇവരോട് സാദൃശ്യപ്പെടുന്ന, ഇവരാണെന്ന് തോന്നിക്കപ്പെടുകയും എന്നാൽ അവരിൽ പെടാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടിയും സിദ്ഖോടുകൂടിയാണെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതായത് ഇപ്പൊ ഈ ഹദീസ് നോക്കി, ഈ 3 കർമ്മവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങളാണ്, ഉമ്മത്തിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകളാണ്, ശുഹദാക്കൾ, ഉലമാക്കൾ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ. പക്ഷെ അവരുടെ കർമ്മങ്ങൾക്ക് വന്ന പാളിച്ച എന്താണ്? കർമ്മങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണോ? അല്ല, അത് അള്ളാഹുവിന് വേണ്ടി ആയില്ല, ദുനിയാവിലെ മറ്റു പല നേട്ടങ്ങൾക്കും പേരിനും പ്രശസ്തിക്കുമായി എന്നുള്ളതാണ് അവർക്ക് ഈ അപകടം വരുത്തി വെച്ചത്. നമ്മൾ ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. ചിലപ്പോൾ നമ്മളൊക്കെ നമ്മുടെ അമലുകളുടെ ആധിക്യം കണ്ടിട്ട് നമ്മൾ സ്വന്തത്തിൽ അത്ഭുതം കൂറും, ഞാൻ കുറെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇത്ര കാലം ചെയ്തല്ലോ. പക്ഷെ അതിൽ എത്രയാണ് സ്വീകരിക്കപ്പെട്ടത് നമുക്കറിയില്ല. എന്താണ് സ്വീകരിക്കപ്പെട്ടത് നമുക്കറിയില്ല. ഇവര് പറഞ്ഞെന്താ? ഈ 3 പേരും പറഞ്ഞെന്താ? ഫീക ഫീക ഫീക, നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്ന് ആരോട് പറയുന്നത്? അള്ളാഹുവിനോട് പറയുന്നു. അള്ളാഹു മറുപടി പറഞ്ഞെന്താ? കദബ്ത കദബ്ത കദബ്ത, നിങ്ങൾ കളവാണ് പറയുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഇഖ്ലാസിനെ പരിശോധിക്കണം, അമലുകൾ സ്വീകരിക്കപ്പെടാൻ അള്ളാഹുവിനോട് പ്രത്യേകം തേടണം. وفي صحيح البخاري من حديث أبي هريرة عن النبي صلى الله عليه وسلم, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ഇൻദഹു ലിഅഖീഹി മദ്ലമത്തുൻ മിൻ മാലിൻ ഔ ഇർളിൻ ഫൽയഅതിഹി, ഒരാൾക്ക് തന്റെ സഹോദരന്റെ മേലെ അവന്റെ സമ്പത്തിന് തൊട്ടോ അഭിമാനം തൊട്ടോ എന്തെങ്കിലും ഒരു ദുൽമ് അയാൾ മറ്റൊരാളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലിയസ്തഹില്ലഹാ മിൻഹു ഖബ്ല അൻ യുഖദ വലൈസ ഇൻദഹു ദീനാറുൻ വലാ ദിർഹമുൻ, ദീനാറും ദിർഹമും ഒന്നും കൊടുത്തു നൽകപ്പെടാത്ത ആ പരലോകത്ത് അത് പരസ്പരം എന്താക്കും? തുല്യമാക്കും. എങ്ങനെയാണ്? ഫൈൻ കാനത് ലഹു ഹസനാത്തുൻ ഉഖിദ മിൻ ഹസനാതിഹി ഫഉതിഹാ ഹാദാ, ആരാണോ ദുൽമ ചെയ്തത് അവന് നന്മകൾ ഉണ്ടെങ്കിൽ അവന്റെ നന്മ എടുത്തിട്ട് മറ്റവന്റെ മേലെ നൽകും. വഇല്ലാ ഉഖിദ മിൻ സയ്യിആതി ഹാദാ ഫതുരിഹത് അലൈഹി, ഇവന്റെ നന്മ ഒന്നുമില്ല എന്നെങ്കിൽ അവന്റെ തിന്മകൾ എടുത്തിട്ട് ഇവന്റെ മേലെ എറിയപ്പെടും. തുമ്മ തുരിഹ ഫിന്നാർ, അങ്ങനെ തിന്മകൾ നിറഞ്ഞ അവസ്ഥയിൽ ഇവനെ നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യും. ആളുകളോട് ചെയ്യുന്ന ദുൽമിന്റെ അപകടം, ആളുകളുടെ സമ്പത്ത് അന്യായമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുകളുടെ അഭിമാനത്തെ ക്ഷയിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അനന്തര ഫലമാണ് ഇവിടെ പറഞ്ഞത്. ومن الصحيح من حديث أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال من أخذ شبرا من الأرض بغير حقه خسف به يوم القيامة إلى 7 أرضين, ആരെങ്കിലും ഒരു ചാൺ ഭൂമി
ആക്രമിച്ച് ഹക്കല്ലാത്ത രീതിയിൽ ഒരാളിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ മേലെ അതിന്റെ 7 ഇരട്ടി അവന്റെ മേലെ എറിയപ്പെടുന്ന, അവന്റെ മേലെ ഭാരമേൽപ്പിക്കപ്പെടുന്ന, അതിന്റെ ഒരു ഗർത്തത്തിലേക്ക് അവൻ വീണുപോകുന്ന അവസ്ഥ നാളെ പരലോകത്തുണ്ടാവും. അക്രമത്തിന്റെ ശിക്ഷകളാണ്, അപകടങ്ങളാണ് ഇവിടെ പറയുന്നത്. عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നാറുകും ഹാദിഹി التي يوقد بنو آدم جزء واحد من 70 جزءا من نار جهنم. നിങ്ങൾ മനുഷ്യർ ഇവിടെ ഉപയോഗിക്കുന്ന തീ, ആ തീ എന്നുള്ളത് നരകത്തിന്റെ തീയിന്റെ 70ൽ 1 മാത്രമാണ്. അത്ര അധികം ഇവിടുത്തെ തീ നമുക്ക് എന്താവൂല, സഹിക്കാൻ സാധിക്കില്ല. അത്ര അധികം കടുപ്പമേറിയ തീയായിരിക്കും അവിടെ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് കൊടുത്തിട്ടുള്ളത് മുസ്നദിൽ ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ളത് മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാണ് ഖാല ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് നൽകി ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു ലാ തുശ്രിക് ബില്ലാഹി ഷൈആ, ഒന്നിനെയും നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അവസ്ഥ എനിക്ക് ഉണ്ടാവരുത്. വഇൻ ഖുതിൽത ഔ ഹുദിഖത, നിന്നെ കൊലപ്പെടുത്തിയാലും നിന്നെ പച്ചയ്ക്ക് കത്തിച്ചാലും നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. വലാ തഉഖന്ന വാലിദൈക, നിന്റെ മാതാപിതാക്കളെ നീ ഉപദ്രവിക്കരുത്. ഉഖൂഖ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വഇൻ അമറാക അൻ തഖ്റുജ അൻ അഹ്ലിക വമാലിക, നിന്റെ കുടുംബത്തിൽ നിന്നും നിന്റെ സമ്പത്തും ഒഴിവാക്കാൻ പറഞ്ഞാൽ പോലും മാതാപിതാക്കൾ എന്ത് ചെയ്യരുത്, നീ ഉപദ്രവിക്കരുത്. വലാ തത്റുകന്ന സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദൻ, നീ വേണമെന്നുകൊണ്ട് നിർബന്ധമായ നിസ്കാരം നീ ഒഴിവാക്കരുത്. ഫഇന്ന മൻ തറക സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദൻ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹ്, ആരെങ്കിലും വേണമെന്നുകൊണ്ട് ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ അള്ളാഹുവിന്റെ ദിമ്മത്തിൽ നിന്ന്, രക്ഷയിൽ നിന്ന് അവൻ ഒഴിവാണ്. വലാ തശ്റബന്ന ഖംറൻ, നീ മദ്യം കുടിക്കരുത്. ഫഇന്നഹു റഅസു കുല്ലി ഫാഹിഷത്തിൻ, അത് എല്ലാവിധ മ്ലേച്ഛതകളുടെയും നേതാവാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. വഇയ്യാക വൽ മഅസിയ, നീ തിന്മകളെ സൂക്ഷിക്കുക. ഫഇന്നൽ മഅസിയത തുഹില്ലു സഖതല്ലാഹ്, തിന്മകൾ അല്ലാഹുവിന്റെ കോപത്തെ നിർബന്ധമാക്കും. അല്ലാഹുവിന്റെ കോപം നിന്റെ മേലെ വരുന്ന അവസ്ഥ ഉണ്ടാക്കും. അപ്പൊ ഈ ഹദീസുകളെല്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കോപം, അല്ലാഹുവിന്റെ ശിക്ഷ നമ്മുടെ മേലെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ അറിയിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വൽ ഹദീസു ഫീ ഹാദൽ ബാബ് അദ്ആഫു അദ്ആഫി മാ ദക്കർന, നമ്മൾ ഈ പറഞ്ഞതിനേക്കാൾ എത്രയോ ഇരട്ടി ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഫലാ യംബഗീ ലിമൻ നസഹ നഫ്സഹു അൻ യതആമ അൻഹാ, സ്വന്തത്തെ ഉപദേശിക്കുന്ന ഒരുവൻ ഈ ഹദീസുകളോടൊരു അന്ധത കാണിക്കരുത്. ഇതൊന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന നിലക്ക് കണ്ണടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. വയുർസിൽ നഫ്സഹു ഫിൽ മആസി, എന്നിട്ട് തിന്മകളിൽ സ്വന്തത്തിൽ തുടരുന്ന അവസ്ഥ ഉണ്ടാവരുത്. വയതഅല്ലഖ് ബിഹബിൽ റജാഇ വഹുസ്നി الظن, എന്നിട്ട് അല്ലാഹുവിന്റെ പ്രതീക്ഷയിലും അള്ളാഹു പൊറുക്കുമെന്നുള്ള പ്രതീക്ഷയിലും അള്ളാഹുവിനെ കുറിച്ച് നല്ല വന്നും വെച്ചിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ തിന്മയിൽ മുഴുകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറയുകയാണ്. അത് മറ്റൊരു അസർ കൊടുക്കുകയാണ്. അബുൽ വഫാ ഇബ്നു ഉഖൈൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ് ഇഹ്ദർഹു വലാ തഗ്തർ ബിഹി, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താവരുത്, കബളിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്, നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു ഖതഅൽ യദ ഫീ 3 ദറാഹിം, 3 ദിർഹമിന്റെ പേരിൽ കൈ മുറിക്കാൻ കൽപ്പിച്ചവനാണ് അവൻ. വജലദൽ ഹദ്ദ ഫീ മിസ്ലി റഅസിൽ ഇബ്രതി മിനൽ ഖംർ, ഒരു കുറഞ്ഞ അളവാണെങ്കിലും മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ചാട്ട കൊണ്ട് അടി നിയമമാക്കിയവനാണ് അവൻ. വഖദ് ദഖലത് ഇംറഅത്തുൻ നാർ ഫീ ഹിറത്തിൻ, ഒരു പൂച്ചയുടെ വിഷയത്തിൽ ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ അതിനെ കെട്ടിയിട്ടതിന്റെ പേരിൽ. വഷ്തഅലത് ശംലതു നാറൻ അലാ മൻ ഗല്ലഹാ വഖദ് ഖുതില ഷഹീദൻ, ഒരു ചതി വഞ്ചനയിലൂടെ ഒരു സ്വത്ത് സ്വന്തമാക്കിയിട്ട് അവൻ ഷഹീദായി കൊല്ലപ്പെട്ടിട്ട് കൂടി അവന്റെ ഖബർ നരകം തീ കൊണ്ട് നിറഞ്ഞതാക്കിയവനാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ കബളിപ്പിക്കപ്പെടുന്ന അവസ്ഥ, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഭയമില്ലാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, ചെറിയ നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. അത് നന്മയാവാം തിന്മയാവാം. പക്ഷെ അതുകൊണ്ട് നമ്മുടെ പരലോകത്തിലെ വിധി തന്നെ മാറുന്ന അവസ്ഥയുണ്ടാകാം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനൊരു ഉദാഹരണം കൊടുക്കുകയാണ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദ്ദസന അബൂ മുആവിയ ഹദ്ദസന അൽ-അഅമശ് അൻ സുലൈമാൻ ഇബ്നു മസീർ അൻ താരിഖ് ഇബ്നു ശിഹാബ് റഫഅഹു
അദ്ദേഹം പറയാണ് ഖാല ഒരു അസറായിട്ട് കൊടുക്കണം ദഖല റജുലുൻ അൽ ജന്നത ഫീ ദുബാബ് ഒരു വ്യക്തി ഒരു ഈച്ചയുടെ വിഷയത്തിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു വദഖല റജുലുൻ നാറ ഫീ ദുബാബ് ഒരാൾ ഒരു ഈച്ചയുടെ വിഷയത്തിൽ നരകത്തിലും പ്രവേശിച്ചു ഖാലു വകൈഫ ദാലിക യാ റസൂലല്ലാഹ് അപ്പോൾ ചോദിച്ചു റസൂൽ അത് എങ്ങനെയാണ് قال പറഞ്ഞു مر رجلان على قوم لهم صنم لا يجوزه احد حتى يقربوا له شيئا രണ്ട് ആളുകൾ ഒരു നാട്ടിലെത്തി ആ നാട്ടില് ഒരു വിഗ്രഹമുണ്ട് ആ വിഗ്രഹത്തിന് എന്തെങ്കിലും ഒരു കാര്യം അറവ് കൊടുത്താൽ മാത്രമാണ് അവർക്ക് അവിടുന്ന് മറികടന്ന് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു നാട്ടിലെത്തി ഫഖാലു ലി അഹദിഹിമ ആ നാട്ടുകാർ അതിൽ ഒരാളോട് പറഞ്ഞു ഖരിബ് നിങ്ങൾ എന്തെങ്കിലും അറവ് കൊടുക്കണം എന്ന് പറഞ്ഞു قال ليس عندي شيء എൻ്റെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ قالوا له قرب ولو ذبابا ഒരു പിന്നെ ഈച്ചയെങ്കിലും ബലി കൊടുക്കുന്ന അവസ്ഥയിൽ വേണം പറഞ്ഞു فقرب ذبابا ഒരു ഈച്ചയെ അദ്ദേഹം അങ്ങനെ കൊടുത്തു فخلوا سبيله അയാളെ വെറുതെ വിട്ടു فدخل النار അവൻ നരകത്തിലാണ് പ്രവേശിക്കുന്നത് وقالوا للآخر മറ്റേ വ്യക്തിയോട് പറഞ്ഞു قرب നീ ഇതുപോലെ ചെയ്യണം فقال ما كنت لأقرب لأحد شيئا من دون الله അള്ളാഹുവിന് പുറമെ മറ്റൊന്നിനോടും എന്തെങ്കിലും ചെയ്തിട്ട് ഒരു സാമീപ്യം നേടുന്ന ഒരു അറിവ് നടത്തുന്ന അവസ്ഥ ഞാൻ ചെയ്യുകയില്ല അവന്റെ കഴുത്ത് ആ നാട്ടുകാർ വെട്ടുകയും അങ്ങനെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു ഒരൊറ്റ വാക്കാണ് ആ മറ്റേ വ്യക്തിയെ നരകത്തിലേക്ക് വീഴ്ത്തുന്നതും മറ്റേ വ്യക്തിയെ സ്വർഗത്തിലേക്ക് ആക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ചെറിയ കാര്യങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് പരലോകത്തിന്റെ വിഷയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഗുറൂറിൽ അകപ്പെടരുത്, അള്ളാഹുവിന്റെ വിഷയത്തിൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വറുബ്ബമ ഇത്തകല ബഅദുൽ മുഖ്തദീന അലാ മാ യറാ മിൻ നിഅമില്ലാഹി അലൈഹി ഫിദ്ദുനിയ വഅന്നഹു ലാ യുഗയ്യിറു മാ ബിഹി. ഇനി ചില ആളുകൾ, ഈ വഞ്ചിക്കപ്പെടുന്ന ആളുകൾ വഞ്ചിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. അവര് വിചാരിക്കും അവർക്ക് നൽകിയിട്ടുള്ള ഈ നിഅമത്തുകൾ, അവര് തിന്മയിൽ ചെയ്യുന്ന ആളുകളായിരിക്കും, എന്നാൽ അവർ വഞ്ചിക്കപ്പെട്ടുകൊണ്ട് അവർ പ്രതീക്ഷ വെക്കുന്നത് അവർക്ക് ധാരാളം നിഅമത്തുകൾ ഉണ്ടാവും, നല്ല സമ്പത്തുണ്ടാവും, നല്ല വീടുണ്ടാവും, ഇണകൾ ഉണ്ടാവും, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതൊന്നും നീങ്ങിപ്പോകില്ല വിചാരിക്കും. വയളുന്നു ദാലിക അന്നഹു മിൻ മഹബ്ബത്തില്ലാഹി ലഹു. അപ്പൊ അവർക്ക് ലഭിച്ച ഈ സാധനങ്ങളൊക്കെ അള്ളാഹുവിന് എന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് കിട്ടിയതാന്ന് വിചാരിക്കും. വയ്യുഅതിയഹു ഫിൽ ആഖിറതി അഫ്ളല മിൻ ദാലിക്. എന്നിട്ട് അവർ പ്രതീക്ഷിക്കും പരലോകത്ത് ഇതിനേക്കാൾ നല്ലത് എനിക്ക് അള്ളാഹ് തരുകയും ചെയ്യുമെന്ന്. വഹാദാ മിനൽ ഖുറൂർ. ഇത് കബളിപ്പിക്കപ്പെട്ടതാണ്, ഇത് അവർ വഞ്ചിക്കപ്പെട്ടതിന്റെ അടയാളമാണ്. എന്നിട്ട് ഇമാം അഹ്മദ് ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്ത അല്ലാഹ അസ്സ വജല്ല യുഅതി അൽ അബ്ദു മിന ദുനിയ അലാ മആസിഹി മാ യുഹിബ്ബു. ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലാഹു തആല ദുനിയാവിന്റെ വിഭവങ്ങൾ നൽകുന്നത് കണ്ടാൽ ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, അത് ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതൊക്കെ നൽകുക, ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും, എല്ലാവിധ സുഖ സൗകര്യം നൽകും, പെട്ടെന്ന് അള്ളാഹുവിന്റെ ശിക്ഷ അവനെ പിടികൂടുന്ന അവസ്ഥ. അതാണ് ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ. തിന്മയിൽ മുഴുകുമ്പോൾ തന്നെ നിഅമത്തുകൾ ലഭിച്ച്, ദുനിയവിയായ നിഅമത്തുകൾ ലഭിച്ച് അവസാനത്തിൽ പിടികൂടുന്ന അവസ്ഥ. സുമ്മ തലാ ഖൗലഹു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു, സൂറത്തുൽ അൻആമിലെ 44-ാമത്തെ ആയത്ത്. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി. അവരോട് നമ്മെക്കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടത് അവർ മറന്നു കളഞ്ഞപ്പോൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ. അവർക്ക് എല്ലാവിധ കാര്യങ്ങളുടെയും കഥകൾ തുറന്നു കൊടുത്തു, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തു. ഹത്താ ഇദാ ഫരിഹു. അവർ സന്തോഷിക്കുന്നത് വരെ. ബിമാ ഊതു. അവർക്ക് നൽകപ്പെട്ടതിൽ അവർ ആനന്ദം ആഹ്ലാദിക്കുന്നത് വരെ. അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. പെട്ടെന്നതാ അല്ലാഹു അവരെ പിടികൂടുന്നു, പെട്ടെന്ന് അവരെ പിടികൂടുന്നു, അവരാശയറ്റവരായിട്ട് മാറുകയും ചെയ്യുന്നു. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. തിന്മകൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിഅമത്തുകൾ അതിയായി നൽകുക, അത് അവസാനം ഇസ്തിദ്റാജിലാണ് അവസാനിക്കുക. വഖാല ബഅദു സലഫ്. ചില സലഫുകൾ പറഞ്ഞത് കാണാം, ഇദാ റഅയ്ത അല്ലാഹ യുതാബിഉ അലൈക നിഅമഹു വഅൻത മുഖീമുൻ അലാ മആസിഹി ഫഹ്ദർഹു.
അല്ലാഹു സുബ്ഹാനഹു വ തആല നീ നിഅമത്തുകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, നീ തിന്മയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് നിഅമത്തുകൾ നൽകുന്നതായി നീ കണ്ടാൽ നീ സൂക്ഷിക്കുക. ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജുൻ യസ്തദ്രിജുക ബിഹി, അത് ഇസ്തിദ്റാജാണ്, നിന്നെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണത് എന്ന് നീ സൂക്ഷിക്കുക. വഖദ് ഖാല തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തു സുഖ്റൂഫിലെ 33-35 ആയത്തുകൾ, വലൗലാ അൻ യകൂന അന്നാസു ഉമ്മതൻ വാഹിദ, ജനങ്ങൾ ഒരൊറ്റ സമൂഹമാകില്ലായിരുന്നുവെങ്കിൽ ലജഅൽനാ ലിമൻ യക്ഫുറു ബിർറഹ്മാൻ ലിബുയൂതിഹിം സുഖഫൻ മിൻ ഫിദ്ദ വമആരിജ അലൈഹാ യദ്ഹറൂൻ, കുഫാറുകളായിട്ടുള്ള ആളുകൾക്ക്, അള്ളാഹുവിൽ നിഷേധിക്കുന്ന ആളുകൾക്ക് വെള്ളി കൊണ്ടുള്ള മേൽപ്പൂരകളും വെള്ളി കൊണ്ടുള്ള കോണിപ്പടികളും അവർക്ക് നൽകുമായിരുന്നു. വലിബുയൂതിഹിം അബ്വാബും വസുറുറൻ അലൈഹാ യത്തഖിഊൻ, അവർക്ക് ധാരാളം കതകുകളുള്ള വീടുകളും അതുപോലെ തന്നെ കട്ടിലുകളും, ചാരിയിരിക്കാൻ കട്ടിലുകളും നൽകുമായിരുന്നു. വസുഖ്റുഫ, പലതരത്തിലുള്ള അലങ്കാരങ്ങൾ. വഇൻ കുല്ലു ദാലിക ലമ്മാ മതാഉൽ ഹയാത്തിദ് ദുനിയ, ആ കാര്യങ്ങളെല്ലാം ദുനിയാവിന്റെ വിഭവങ്ങളാണ്. വലാഖിറതു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ, പരലോകം മുത്തഖീങ്ങൾക്കുള്ളതാണ്. അതായത് കുഫാറുകൾക്ക് നൽകുകയാണ്. സ്വർണവും വെള്ളിയും അതുപോലെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നാം നൽകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം ദുനിയാവ് എന്നുള്ളത് അവർക്കുള്ളതാണ്. എന്നാൽ മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല വെച്ചിട്ടുള്ളത് പരലോകമാണ്. അപ്പോൾ ദുനിയാവിലെ നിഅമത്തുകൾ ഒന്ന് എന്തല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിനുള്ള തെളിവല്ല. ദുനിയവിയായിട്ടുള്ള നിഅമത്തുകൾ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിനുള്ള വ്യക്തമായ തെളിവല്ല. ഇഷ്ടപ്പെട്ടാലും കൊടുക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊടുക്കും. അതിൽ അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തെ അറിയിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് റദ്ദായിക്കൊണ്ട് അള്ളാഹു തആല പറഞ്ഞത്, വഖദ് റദ്ദ സുബ്ഹാനഹു അലാ മൻ യദുന്നു ഹാദ ദന്ന ബിഖൗലിഹി, ഇതുപോലെ ചിന്തിക്കുന്ന ആളുകളോട് അള്ളാഹു പറയാണ്, ഫഅമ്മൽ ഇൻസാൻ, മനുഷ്യന്റെ കാര്യം, ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂൽ റബ്ബി അക്രമൻ, അവനെ ഒരു പരീക്ഷണമായിട്ട് അള്ളാഹു ധാരാളം നിഅമത്തുകൾ കൊടുത്താൽ, സമ്പത്തും സൗകര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയും, എന്റെ റബ്ബ് അതാ എന്നെ ആദരിച്ചിരിക്കുന്നു, എന്റെ റബ്ബിന് എന്നെ ഇഷ്ടാണ്, എന്റെ റബ്ബ് ഇതാ കുറെ അനുഗ്രഹം തന്നിരിക്കുന്നു എന്ന് അവൻ പറയും. എന്നാൽ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു, അവനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവന്റെ റിസ്ഖ് ഒന്ന് ഇടുക്കി കൊടുത്താലോ, കുറച്ച് ഞെരുക്കി കൊടുത്താലോ, ഫയഖൂലു റബ്ബി അഹാനൻ, അവൻ പറയും എന്റെ റബ്ബതാ, എന്റെ റബ്ബിന് ഇഷ്ടമല്ല, എന്റെ റബ്ബിനെ നിന്ദിച്ചിരിക്കുകയാണ്. അള്ളാഹു പറയണക്കല്ല, കാര്യം അങ്ങനെയല്ല, ഈ പറഞ്ഞതുപോലെയല്ല അതിന്റെ കാര്യം. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഐ ലൈസ കുല്ലു മൻ നഅംതുഹു വസഅതു അലൈഹി റിസ്ഖഹു അകൂനു ഖദ് അക്രംതുഹു, ഞാൻ റിസ്ഖ് നൽകി, കുറെ നിഅമത്ത് നൽകി എന്നുള്ളത് ഞാൻ ആദരിച്ചു എന്നുള്ള തെളിവല്ല. വലാ കുല്ലു മൻ ഇബ്തലൈതുഹു വളയ്യഖ്തു അലൈഹി റിസ്ഖഹു അകൂനു ഖദ് അഹൻതുഹു, ആർക്കെങ്കിലും റിസ്ഖ് ഞെരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ നിന്ദിച്ചു എന്നുമല്ല. ബൽ അബ്തലി ഹാദാ ബിന്നിഅം വഉക്രിമു ഹാദാ ബിൽഇബ്തിലാ, ഞാൻ ചിലപ്പോ നിഅമത്ത് നൽകി പരീക്ഷിക്കും, അതുപോലെ തന്നെ ബലാഗ് നൽകി ഒരുത്തനെ ആദരിക്കുകയും ചെയ്യും. പല രീതിയിലുമാകും. അതായത് ഒരാൾക്ക് പരീക്ഷണം എന്നുള്ളത് അള്ളാഹുവിന്റെ ആദരവായിരിക്കും. ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്, അത് അള്ളാഹു അവനെ ഇക്റാം ചെയ്തതിന്റെ തെളിവായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരുപാട് നിഅമത്ത് ലഭിച്ചത് അള്ളാഹു അവനെ പരീക്ഷിച്ചതിന്റെ അടയാളമായിരിക്കും. അതിനുള്ള തെളിവായിട്ട് ജാമിഉ തിർമിദിയിലെ ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഅതി അദ്ദുനിയ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു, അള്ളാഹു ദുനിയാവ് അള്ളാഹു ഇഷ്ടപ്പെടുന്നവനും കൊടുക്കും, അള്ളാഹു ഇഷ്ടപ്പെടാത്തവനും കൊടുക്കും. വലാ യുഅതി അൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബു, എന്നാൽ ഈമാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ദീനിയായിട്ടുള്ള നിഅമത്തുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇൽമാവട്ടെ, അമല് ചെയ്യാനുള്ള തൗഫീഖാവട്ടെ, ഈമാനാവട്ടെ, സബറാവട്ടെ, യഖീനാവട്ടെ, ഇതുപോലെ ദീനിയായിട്ടുള്ള അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന നിഅമത്തുകൾ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. വഖാല ബഅദു സലഫ്, ചില സലഫുകൾ പറയാറുണ്ട്, റുബ്ബ മുസ്തദ്റജിൻ ബിനിഅമില്ലാഹി അലൈഹി വഹുവ ലാ യഅലം, ഒരുപാട് ആളുകൾ ഇസ്തിദ്റാജിൽ അകപ്പെട്ടിട്ടുള്ള കുറെ ആളുകൾ, അള്ളാഹുവിന്റെ നിഅമത്തിൽ അകപ്പെട്ടിട്ടുള്ളവർ, അവരറിയുന്നില്ല അത് ഇസ്തിദ്റാജാണെന്ന്. വറുബ്ബ മഗ്റൂരിൻ ബിസിത്രില്ലാഹി അലൈഹി വഹുവ ലാ യഅലം, അള്ളാഹു മറച്ചു വെച്ചു എന്നതുകൊണ്ട് ചില കബളിക്കപ്പെട്ട ആളുകൾ, അള്ളാഹു തിന്മകൾ അള്ളാഹ് മറച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് അവരറിയുന്നില്ല അവർ കബളിപ്പിക്കപ്പെട്ടവരാണ് എന്നുള്ളത്. വറുബ്ബ മഫ്തൂനിൻ ബിസനാഇൻ നാസി അലൈഹി വഹുവ ലാ യഅലം, എത്ര ആളുകളോ ജനങ്ങൾ അവരെ പറ്റി നല്ലത് പറയുന്നു എന്നതുകൊണ്ട് അവർ ഫിത്നയിൽ അകപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവരറിയുന്നില്ല. ഇങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടാകാം.
നമ്മുടെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ, ദീനിന്റെ യഥാർത്ഥ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ ബാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം. അതൊരിക്കലും, അള്ളാഹുവിലുള്ള പ്രതീക്ഷ ഒരിക്കലും തിന്മയിൽ മുഴുകാൻ നമുക്ക് കാരണമാകരുത്. എന്നിട്ട് അടുത്ത ഫസ്ൽ പറയുന്നത് നഖ്ദു അഹ്ലിൽ ഇഗ്തിറാർ, വഞ്ചിക്കപ്പെട്ടവർ, വഞ്ചിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ വഞ്ചന എന്താണെന്നാണ് പറയുന്നത്. വഅലമുന്നാസി ഗുറൂറൻ മൻ ഇഗ്തറ ബിദ്ദുനിയ വആജിലിഹാ, ഏറ്റവും വലിയ കബളിപ്പിക്കപ്പെട്ടവൻ, വഞ്ചിക്കപ്പെട്ടവൻ ദുനിയാവിന്റെ വിഷയത്തിൽ വഞ്ചിക്കപ്പെട്ടവനാണ്. ഫആഥറഹ അലൽ ആഖിറ, പരലോകത്തിനേക്കാൾ ദുനിയാവിന് സ്ഥാനം കൊടുത്തവനാണ്. വറളിയ ബിഹാ മിനൽ ആഖിറ, പരലോകത്തിനേക്കാൾ ദുനിയാവിനെ തൃപ്തിപ്പെടുന്നവനാണ്. ഹത്താ യഖൂല ബഅദു ഹൗലായി, അതിൽ ചിലർ പറഞ്ഞു പോകും അദ്ദുനിയാ നഖ്ദുൻ വല്ലാഖിറതു നസീഅത്തുൻ, ദുനിയാവ് എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള നാണയമാണ്. പരലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള എന്തോ ഒരു പണമാണ്, നമുക്ക് കിട്ടുന്നുള്ള ഒരു പണമാണ്. വന്നഖ്ദു അൻഫഉ മിൻ നസീഅ, നമുക്ക് കിട്ടാത്തുള്ളതിനേക്കാൾ നല്ലത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. വയഖൂലു ബഅദുഹും, ചില ആളുകൾ പറയും ദർറത്തുൻ മൻഖൂദത്തുൻ വലാ ദുർറത്തുൻ മൗഊദത്തുൻ, നമുക്ക് ഇപ്പോഴുള്ള ഒരു വിത്താണ് നല്ലത്, നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട പവിഴത്തിനേക്കാൾ നല്ലത് ഇതാണ്. വയഖൂലു ആഖിർ മിൻഹും, ചില ആളുകൾ പറയും ലദ്ദാത്തുദ് ദുനിയാ മുതയഖിനത്തുൻ, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ അത് ഉറപ്പുള്ളതാണ്, നമുക്കിപ്പോ കിട്ടുന്നുണ്ട്, ഇപ്പൊ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. വലദ്ദാത്തുൽ ആഖിറ മശ്കൂകും ഫീഹാ, പരലോകത്തിന്റെ കാര്യം സംശയമുള്ളതാണ്, യാതൊരു ഉറപ്പുമില്ല. വലാ അദ്ഉൽ യഖീന ലിശ്ശക്, ഞാൻ ഉറപ്പുള്ള ഒരു കാര്യം സംശയമുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒഴിവാക്കുകയില്ല. ഇത് പല ആളുകളും പറയുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന കാലത്ത് നമ്മുടെ ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തിന്റെയും എത്തീസത്തിന്റെയും എല്ലാം ആളുകൾ, അവർക്ക് പറയാനുള്ളത് ദുനിയാവ് ഇതാണ് നമുക്ക് ഇന്നുള്ളത്, യു ഓൺലി ലിവ് വൺസ്, നിങ്ങൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ ഉള്ളത് ഇതാണ്, അതുകൊണ്ട് ഇത് ആസ്വദിക്കുക, പരലോകം എന്നുള്ളതൊന്നുമില്ല, ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് ഇത് ഉപയോഗിച്ചാൽ മതി, ഇത് ആസ്വദിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ ഇവരുടെ അവസ്ഥയാണ് ഏറ്റവും വലിയ വഞ്ചിക്കപ്പെട്ട ആളുകൾ, ഏറ്റവും വലിയ കബളിപ്പിക്കപ്പെട്ട ആളുകൾ ഇവരാണ്, പരലോകത്തേക്കാൾ ദുനിയാവിന്റെ വിഷയത്തിൽ വഞ്ചിക്കപ്പെട്ടവർ. എന്നിട്ട് ഇവർ പറയുന്ന വാദങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്. وهذا من أعظم تلبيس الشيطان وتصويره, ഇത് ശൈത്താന്റെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധരിപ്പിക്കൽപ്പെട്ടതാണ്. والبهائم العجم أعقل من هؤلاء, ജന്തുജീവികളാണ് ഇവരെക്കാൾ ബുദ്ധിയുള്ളവർ. فإن البهيمة إذا خافت مضرة شيء لم تقدم عليه ولو ضربت, ജന്തുക്കള് അവരെന്തെങ്കിലും ഒരു ദോഷമുള്ള ഒരു അപകടം നിറഞ്ഞൊരു കാര്യം മുന്നിലുണ്ട് വിചാരിക്കുക, അതിലേക്ക് പോയി ചാടില്ല. അവരെ അടിച്ചാൽ പോലും, ഒരു കുഴിയിലേക്കോ തീയിലേക്കോ ചാടാൻ വേണ്ടിയിട്ട് ഒരു മൃഗത്തിനെ കൊണ്ടുപോയിരുന്നതിന്റെ പിന്നിൽ അടിച്ചാൽ പോലും അവരെന്ത് ചെയ്യില്ല, അവരതിലേക്ക് പോയി ചാടില്ല. സത്യവും കളവുമായിട്ടുള്ള ഈ കാര്യത്തിന്റെ ഇടയിൽ ഇവർ നേരെ പോയി ചാടുന്നത് ഇവരെ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ്. ഇനി ഈ ഒരു വാദം പറയുന്ന ആളുകൾ അവർ അള്ളാഹുലും റസൂലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ, അഥവാ അങ്ങനെ വാദിക്കുന്ന ആളുകളാണ്, അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളാണ്, അവരാണ് ദുനിയാവിന് പരലോകത്തേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അവർ ഏറ്റവും വലിയ നഷ്ടക്കാരാണ്. ലിഅന്നഹു അഖ്ദമ അലാ ഇൽം, കാരണം അവർക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. വഇല്ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഅബ്ഇദ് ബിഹി, ഇനി അള്ളാഹുലും റസൂലും വിശ്വസിക്കാത്ത ആരെങ്കിലാണെങ്കിലോ അവരേറ്റവും വിദൂരത്തിലുള്ള അവസ്ഥയിലാണ്. വഖൗലു ഹാദൽ ഖൈൽ, ചില ആളുകൾ പറയുന്ന അനഖദു ഖൈറും മിനൻ നസിയ, ഇപ്പോഴുള്ളതാണ്, ഇനി ഇപ്പോഴുള്ള ഒരു നാണയമാണ് വരാനുള്ള ഒരു കാര്യത്തിനേക്കാൾ, കിട്ടാനുള്ള ഒരു പണത്തിനേക്കാൾ നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഫജവാബുഹു, അവർക്കുള്ള മറുപടി ഇന്നഹു ഇദാ തസാവ അന്നഖദു വന്നസിയതു ഫന്നഖദു ഖൈറുൻ, ഇപ്പോഴുള്ളതും ഇനി ലഭിക്കാനുള്ളതും ഒരേ അളവിലാണെങ്കിൽ, ഒരേ പണമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരേ മൂല്യമുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, ഈ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. വൈൻ തഫാവത വകാനത്തിൻ നസിയതു അക്തറ വഅഫ്ളല ഫഹിയ ഖൈറുൻ, ഇനി നമുക്ക് കിട്ടാനുള്ളതാണ് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലെങ്കിലോ, നന്മയുള്ളതെങ്കിലോ, ധാരാളമുള്ളതെങ്കിലോ, ഫകൈഫ വദ്ദുനിയ കുല്ലുഹാ മിൻ അവ്വലിഹാ ഇലാ ആഖിരിഹാ കനഫസിൻ വാഹിദ മിൻ അൻഫാസിൽ ആഖിറ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ദുനിയാവിന്റെ തുടക്കം മുതൽ അവസാനം വരെ എടുത്താൽ പോലും ദുനിയാവ് എന്നുള്ളത് ഏതുപോലെയാണ്? പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ പരലോകത്തിന്റെ ഒരു നിശ്വാസം പോലെയാണ്. പരലോകം എന്ന് വിചാരിച്ചിട്ട് പരലോകം ഒന്ന് ശ്വാസം എടുത്ത് വിടുന്നത് പോലെയാണ് ദുനിയാവിന്റെ തുടക്കം മുതൽ അവസാനം വരെ. അപ്പൊ ഈ ദുനിയാവിൽ എന്തെങ്കിലും കാര്യമാണോ, കിട്ടാൻ പോകുന്ന കാര്യമാണോ വലുതായിട്ടുള്ളത്? പരലോകത്തിൽ ഉള്ളതാണ്. കമാ ഫീ മുസ്നദിൽ
الإمام أحمد والترمذي من حديث المستورد بن شداد قال قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم برنا والحديث ما الدنيا في الآخرة إلا كما يدخل أحدكم إصبعه في اليم فلينظر بما يرجع ദുനിയാവും പരലോകവും തമ്മിലുള്ള ഒരു താരതമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലേക്ക് നിങ്ങൾ ഒരാൾ ഒരു വിരലിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുക നോക്കുക. അതുപോലെയാണ് ദുനിയാവും പരലോകവും തമ്മിലുള്ള ബന്ധം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുനിയാവ് പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ ദുനിയാവ് വേഗം തീരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ പരലോകത്തിനേക്കാൾ ദുനിയാവാണ് വലുത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തവും ഒരുപാട് കാര്യങ്ങൾ തടയപ്പെടുന്നവനായിട്ട് മാറുന്നവനാണ്. ഇനി രണ്ടാമത്തെ ഒരു വാദം പറഞ്ഞത് ലാ തുറക്കു മുതയഖ്ഖനൻ ലിമഷ്കൂകിൻ ഫീഹി, ഉറപ്പുള്ള ഈ ദുനിയാവിനെ സംശയമുള്ള ഒരു പരലോകത്തിലേക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കൂല. ഇത് കുറെ ആളുകൾ പറയുന്നതാണ്. ഇന്ന് കാലത്ത് ധാരാളം ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ ദുനിയാവാണ് നമുക്ക് ഉറപ്പുള്ളത്, പരലോകം സംശയമാണ്, യാതൊരു ഉറപ്പില്ല. മരിച്ചുപോയ ആരെങ്കിലും തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ എത്തിയ ആരെങ്കിലും കണ്ടിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ, ഈ രീതിയിലൊക്കെ ചോദിക്കും. അപ്പൊ ഇങ്ങനെ പറയുന്ന ആളുകളോടുള്ള എന്താണ് ഫയുഖാലു ലഹു, അവനോട് ചോദിക്കണം ഇമ്മ അൻ തകൂന അലാ ശക്കിൻ മിൻ വഅദില്ലാഹി വവഈദിഹി വസിദ്ഖി റസൂലിഹി ഔ തകൂന അലാ യഖീൻ മിൻ ദാലിക്. നീ ഏതിനത്തിലാണ് പെടുക? അള്ളാഹുവിനും റസൂലിലും അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലും റസൂലുകളുടെ സിദ്ഖിലും വിശ്വസിക്കുന്നവനാണോ, അതല്ല പിന്നെ അതിൽ ദൃഢമായിട്ട് ബോധ്യമുള്ളവനാണോ? فإن كنت على يقين فما تركت إلا ذرة عاجلة منقطعة فانية عن قرب. നീ അതിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ നിന്റെ ഈ വാദപ്രകാരം നീ പാഴാക്കുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെ നശിച്ചു പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പരലോകമാണെങ്കിലോ ഉറപ്പായിട്ട് ഒരിക്കലും മുറിഞ്ഞു പോകാത്തൊരു കാര്യമാണ്. ഇനി വൈൻ കുൻത അലാ ശക്കിൻ, നീ സംശയത്തിലുള്ള ഒരാളാണ്, പരലോകത്തിൽ നിനക്ക് വിശ്വാസമല്ല, സംശയത്തിലുള്ള ഒരാളാണെങ്കിൽ ഫറാജി ആയാതി റബ്ബി തആല, നീ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് മടങ്ങണം. അദ്ദാലത അലാ വുജൂദിഹി വഖുദ്റതിഹി വമശീഅതിഹി, അല്ലാഹു ഉണ്ട് എന്ന് അറിയിക്കുന്ന, അല്ലാഹുവിന്റെ കഴിവിനെ അറിയിക്കുന്ന, അല്ലാഹുവിന്റെ ഉദ്ദേശങ്ങളെ അറിയിക്കുന്ന, വവഹ്ദാനിയതിഹി, അല്ലാഹുവിന്റെ ഏകത്വത്തെ അറിയിക്കുന്ന, വസിദ്ഖി റുസുലിഹി ഫീമാ അഖ്ബറൂ ബിഹി അനില്ലാ, അള്ളാഹുവിനെ അറിയിച്ചു തരുന്ന റസൂലുകളുടെ സിദ്ഖിനെ അതിനെക്കുറിച്ച് നീ മനസ്സിലാക്കണം. നീ ആ വിഷയം ഗൗരവത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും വേണം. നിനക്ക് ദൃഢമായ ബോധ്യം വരുന്നത് വരെ അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന് തന്നിട്ടുള്ള ഈ കാര്യങ്ങൾ, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു സംശയമില്ലാത്ത വിധം സത്യമാണെന്ന് നിനക്ക് ബോധ്യമാകുന്നത് വരെ. وأن خالق هذا العالم ورب السماوات والأرض يتعالى ويتقدس ويتنزه عن خلاف ما أخبرت به رسله عنه. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ഏറ്റവും പരിശുദ്ധനും ഏറ്റവും ഉന്നതനുമാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നവരെ. എന്നിട്ട് പറയാണ് വമൻ നസബഹു ഇലാ ഗൈരി ദാലിക് ഫഖദ് ശതമഹു വകദ്ദബഹു. ഇനി ഇതൊന്നും ഒരുത്തൻ മനസ്സിലാക്കുന്നില്ല, അവൻ അള്ളാഹുവിനെ ആക്ഷേപിക്കുകയും കളവാക്കുകയും ചെയ്യുകയാണ്. വൻകറ റുബൂബിയതഹു വമുൽകഹു, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെയും അള്ളാഹുവിന്റെ അധികാരത്തെയും കളവാക്കുകയാണ്. ഇത് മിൻ അൽ മുഹാലിൽ മുംതനി അൻദ കുല്ലി ദി ഫിത്രത്തിൻ സലീമ, സലീമായിട്ടുള്ള ഫിത്രത്തുള്ള നേരെ ചൊവ്വേ ബുദ്ധിയുള്ള ഒരാളിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. അതായത് ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ബോധ്യപ്പെടുന്ന കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളത്. അള്ളാഹുവിന്റെ കഴിവിനെ, അള്ളാഹുവിന്റെ ശക്തിയെ ഒരു നേരെ ചൊവ്വേ ബുദ്ധിയുള്ള ഒരാൾക്ക് അവനത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ല എന്നുള്ള വാദം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കഴിവിനെ നിഷേധിക്കുന്ന ഒരു വാദം ഇത് ഒരാൾക്കും ഉണ്ടാവുകയില്ല. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വഇദാ തഅമ്മലൽ ഇൻസാനു ഹാലഹു മിൻ മുബ്തദഇ കൗനിഹി നുത്ഫതൻ ഇലാ ഹീനി കമാലിഹി വസ്തിവാഇഹി തബയ്യന ലഹു അന്ന മൻ ഉനിയ ബിഹി ഹാദിഹിൽ ഇനായ. അവന്റെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. അവന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഒരു ശുക്ലത്തുള്ളിയിൽ നിന്ന് അവൻ തുടങ്ങി അവൻ വളർന്നു വലുതായ ഘട്ടം ആലോചിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള അവന് സഹായം ലഭിച്ചത് അവന് മനസ്സിലാക്കാൻ സാധിക്കും. വനഖലുഹു ഫി ഹാദിൽ അഹ്വാൽ, ഓരോ ഘട്ടത്തിലും മാറ്റം സംഭവിച്ചത്. വസറഫഹു ഫി ഹാദിൽ അത്വാർ, അവൻ മാറി മാറി വളർന്നു വന്നത്. ലാ യലീഖു ബിഹി അയ്യുഹ്മലഹു വയത്റകഹു സുദാ, ഒരിക്കലും നിരർത്ഥകമായി വിടാനല്ല ഇങ്ങനെ വന്നത്. ലാ യഅ്മുറുഹു വലാ യൻഹാഹു വലാ യുഅരിഫു ഹുഖൂഖഹു അലൈഹി വലാ യുസീബുഹു വലാ യുആഖിബുഹു, അവൻ ഒരിക്കലും പിന്നെ
പറയാൻ പറ്റില്ല ഞാനൊരു ഉദ്ദേശവുമില്ലാതെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, എനിക്ക് അള്ളാഹുവിനോടൊരു ബാധ്യതയുമില്ല, എനിക്ക് പ്രതിഫലം നൽകപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ഇല്ല എന്നുള്ളൊരു വാദം അവന് പറയാൻ സാധിക്കില്ല. എന്നിട്ട് പറയാണ് വലൗ തഅമ്മലൽ അബ്ദു ഹഖ്ഖ തഅമ്മുൽ, ശരിക്കും ഒരു അടിമ ഉറ്റാലോചിച്ചു കഴിഞ്ഞാൽ ലകാന കുല്ലു മാ യുബ്സിറുഹു വമാ ലാ യുബ്സിറുഹു ദലീലൻ ലഹു അല തൗഹീദ് വന്നുബുവ്വ വൽമആദ് വഅന്നൽ ഖുർആന കലാമുഹു. ഒരാൾ ഉറ്റാലോചിച്ചാൽ അവൻ മനസ്സിലാക്കാൻ സാധിക്കും അവൻ കണ്ടതും കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ അറിയിക്കുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അറിയിക്കുന്നതാണ്, പരലോകത്തെ അറിയിക്കുന്നതാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് അറിയിക്കുന്നതാണ്. ഈ വിഷയത്തിൽ മാത്രം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, അത്തിബിയാൻ ഫി അഖ്സാമിൽ ഖുർആൻ. അള്ളാഹുവിനെ ചിന്തിച്ച് മനസ്സിലാക്കാൻ ഖുർആനിൽ നിന്നുള്ള തെളിവുകളും മറ്റും വിശദീകരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ മിഫ്താഹു ദാരിസ് സആദ കിതാബിൽ കൗനിയായിട്ടുള്ള ധാരാളം അഥവാ അതിൽ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ജിറാഫിന്റെ കഴുത്ത് എന്തുകൊണ്ടാണ് നീളം കൂടിയിട്ടുള്ളത്, ആനയുടെ വലുപ്പത്തിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, ഒരു ഇലയുടെ പിന്നിലുള്ള ഹിക്മത്ത്, ചെറിയ കുട്ടികൾ കരയുന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, അങ്ങനെ സൃഷ്ടികളിലുള്ള പർവ്വതങ്ങളുടെ അതുപോലെ തന്നെ രാപ്പകലുകളുടെ എല്ലാ കാര്യത്തിന്റെയും പിന്നിലുള്ള ഹിക്മത്തുകൾ വിശദീകരിച്ചിട്ടുള്ള കിതാബാണ് മിഫ്താഹു ദാരിസ് സഅദയിലെ 2ാമത്തെ വോളിയം മുതലുള്ള ഭാഗങ്ങൾ. അതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ ധാരാളം ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് പറയാണ് ഇനി കുറച്ചൊന്ന് മനുഷ്യൻ ചിന്തിച്ചാൽ മതി. സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. മനുഷ്യരോട് പറയാണ് നിങ്ങളുടെ സ്വന്തത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഉൾക്കാഴ്ചയുള്ളവരാകുന്നില്ലേ? എന്നിട്ട് പറയാണ് മനുഷ്യൻ അവന്റെ സ്വന്തം തന്നെ അലാ വുജൂദി ഖാലിഖിഹി വതൗഹീദിഹി വസിദ്ഖി റുസുലിഹി വഇസ്ബാതി സിഫാതിഹി കമാലിഹി, അവന്റെ സ്വന്തം വേറൊന്നും പുറത്തേക്ക് ആലോചിക്കണ്ട, അവന്റെ സ്വന്തം ശരീരത്തിന്റെ പ്രവർത്തനവും വളർച്ചയും മാറ്റങ്ങളും മാത്രം ഒന്ന് അവൻ ആലോചിച്ചാൽ തന്നെ അള്ളാഹു ഉണ്ട് എന്ന് അവന് ബോധ്യപ്പെടും, അള്ളാഹു സൃഷ്ടാവാണെന്ന് ബോധ്യപ്പെടും, അള്ളാഹു ഏകനാണെന്ന് ബോധ്യപ്പെടും, റസൂലുകളിലുള്ള സിദ്ഖ് ബോധ്യപ്പെടും, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ മനസ്സിലാക്കാൻ അവന് സാധിക്കും. അത്രയും വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവന്റെ സ്വന്തത്തിൽ തന്നെയുണ്ട്. എന്നിട്ട് പറയാണ് ഫഖദ് ബാന അന്നൽ മുദയ്യ മഗ്റൂറുൻ അല തഖ്ദീറൈൻ, നീ ഇതൊക്കെ മനസ്സിലായിട്ടും ഒരാൾ അവന്റെ ജീവിതം പാഴാക്കുകയാണ്, തിന്മയിലായിക്കൊണ്ടും അള്ളാഹിനെ അനുസരിക്കാതെയും പാഴാക്കുകയാണെങ്കിൽ അവർ ആ കബളിക്കപ്പെട്ടവർ 2 അവസ്ഥയിലാണ് ഉണ്ടാവുക. ഒന്ന് തഖ്ദീരി തസ്ദീഖിഹി വയഖീനിഹി, ഇതൊക്കെ അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്ത ഒരു കൂട്ടം ആളുകൾ, അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ട്, അതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും അള്ളാഹിനെ അനുസരിക്കാതെ ജീവിക്കുന്ന ആളുകൾ. 2ാമത്തെ കൂട്ടർ വതഖ്ദീരി തക്ദീബിഹി വശക്കിഹി, അള്ളാഹുവിനെ കളവാക്കുകയും പരലോകത്തിന്റെ വിഷയത്തിലുമെല്ലാം സംശയവുമായി ജീവിക്കുന്ന ആളുകൾ. ഈ 2 രീതിയിലുണ്ടാവും എന്ന് പറയാണ്. ഫൈൻ ഖുൽത, അപ്പൊ നീ ചോദിക്കുകയാണ് കൈഫ യജ്തമിഉ തസ്ദീഖുൽ ജാസിം അല്ലദീ ലാ ശക്ക ഫീഹി ബിൽ മആദ് വൽ ജന്ന വൻ നാർ വയതഖല്ലഫുൽ അമൽ, എങ്ങനെയാണ് പരലോകവും നരകവും സ്വർഗ്ഗവും ഒക്കെ ഉണ്ട് ദൃഢമായി ബോധ്യപ്പെട്ടിട്ടും അവൻ അമൽ ചെയ്യുമ്പോൾ അതിനു വേണ്ടി ചെയ്യാതെ തിന്മകൾ ചെയ്യുന്നത് എന്ന് നീ ചോദിച്ചു കഴിഞ്ഞാൽ വഹൽ ഫി അത്തിബാഇ, എന്നിട്ട് ചോദിക്കുകയാണ് വഹൽ ഫി ഇത്തിബാഇൽ ബശരി അയഅലമൽ അബ്ദു അന്നഹു മത്ലൂബു ഗദൻ ഇലാ ബൈന യദയ ബഅദിൽ മുലൂഖി ലിയുആഖിബഹു അശദ്ദ ഉഖൂബ ഔ യുക്രിമഹു അതമ്മ കറാമ വയബീതു സാഹിയൻ ഗാഫിലൻ. അതായത് ഇപ്പൊ നീ ചോദിക്കുകയാണ്, ഒരു മനുഷ്യന്റെ പ്രകൃതത്തിൽപ്പെട്ട ഒരു കാര്യമാണോ നാളെ ഒരു രാജാവ് അവന് ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്താൽ അവന് പ്രതിഫലം നൽകും അല്ലെങ്കിൽ ശിക്ഷ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അശ്രദ്ധയിലായി പോവുക, അത് പാലിക്കാതെ പോവുക എന്നത് മനുഷ്യന്റെ പ്രകൃതമാണോ? അപ്പൊ അങ്ങനെ ചോദിച്ചാൽ പറയാനുള്ള മറുപടി ഹാദാ ലഅംറുല്ലാഹ് സുആലുൻ സഹീഹുൻ വാരിദുൻ അലാ അക്സരി ഹാദിൽ ഖൽഖ്, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ധാരാളം വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. വജ്തിമാഉ ഹാദൈനിൽ അംറൈൻ മിൻ അജബിൽ അഷ്യാ വഹാദാ തഖല്ലുഫു ലഹു ഉദ്ദത്തു അസ്ബാബ്, ഇങ്ങനെ ഒരുത്തൻ വിശ്വാസം ഉണ്ടായിട്ടും പ്രവർത്തനങ്ങൾ അതിനെതിരാവുക എന്നുള്ളത് ഒരു അത്ഭുതപരമായിട്ടുള്ള കാര്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. 1ാമത്തെ കാരണം, അതായത് വിശ്വാസമുള്ള ആളുകൾ അള്ളാഹുവിനെ അനുസരിക്കാതെ തിന്മയിൽ മുഴുകാനുള്ള 1ാമത്തെ കാരണം ളഅഫുൽ ഇൽമി വനുഖ്സാനുൽ യഖീൻ, അവന്റെ അറിവിലുള്ള കുറവും അതുപോലെ തന്നെ അവന്റെ ദൃഢതയിലുള്ള കുറവുമായിരിക്കും. ഒരാൾ ഈമാൻ ഉണ്ട് എന്നുകൊണ്ടോ സത്യപ്പെടുത്തി എന്നുകൊണ്ടോ ദൃഢതയുണ്ടായിക്കൊള്ളണമെന്നില്ല, അറിവ് നേരെ ആയിക്കൊള്ളണമെന്നില്ല, അതിന്റെ കുറവുകൊണ്ടുണ്ടാവും. വമൻ ബന്ന അന്നൽ ഇൽമ ലാ യതഫാവത് ഫഖൗലുഹു മിൻ അഫ്സദിൽ അഖ്വാലി അബ്തലിഹ, ഒരാൾ പറയാണ് അറിവിന്റെ വിഷയത്തിൽ ആൾക്കാർ കൂടുതലും കുറവൊന്നുമില്ല, ആൾക്കാർക്ക് വ്യത്യാസമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഫസാദായ ബാത്തിലായിട്ടുള്ള ഒരു വാക്കാണ്.
അറിവിന്റെ വിഷയത്തിൽ ആളുകൾ വ്യത്യസ്തമായിരിക്കും. എന്നിട്ട് പറയാണ് വഖദ് സഅല ഇബ്രാഹിമുൽ ഖലീൽ റബ്ബഹു അയ്യുരിയഹു ഇഹ്യാഅൽ മൗത അയാനൻ ബഅദ ഇൽമിഹി ബിഖുദ്റത്തി റബ്ബി അലാ ദാലിക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്, അള്ളാഹുവിന്റെ കഴിവ് ബോധ്യമുള്ള ആളാണ്. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹിനോട് എന്ത് ചോദിച്ചിട്ടുണ്ട്? മരിച്ചവരെ എങ്ങനെയാണ് പുനർജീവിപ്പിക്കുക എന്ന് എനിക്ക് കണ്ണുകൊണ്ടൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണത്? ലിയസ്ദാദ തുമഅനീനത. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? ഇബ്രാഹിം നബിക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണോ? അള്ളാഹുവിന് കഴിവില്ലാന്ന് വിശ്വസിച്ചുകൊണ്ടാണോ? അല്ല. ആ ഈമാൻ വർദ്ധിച്ച് ഒരു സമാധാനത്തിലെത്താൻ വയസീറൽ മഅലൂമു ഗൈബൻ ഷഹാദതൻ, ഗൈബിയായിട്ടുള്ള കാര്യം നേരിട്ട് കണ്ടു ബോധ്യപ്പെടാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ, ലൈസൽ മുഖ്ബറു കൽ മുആയിൻ, അറിയിക്കപ്പെട്ടവൻ നേരിട്ട് കണ്ടവനെ പോലെയല്ല. ഒരു കാര്യം നമ്മൾ അറിയിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, നമുക്ക് ഏതാ ദൃഢബോധ്യം ഉണ്ടാവുക? നേരിട്ട് കണ്ടതായിരിക്കും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പറഞ്ഞത്. എന്നിട്ട് പറയാണ് ഇനി ഒരാളുടെ ഇൽമിൽ കുറവുണ്ടാവുകയാണ്, അതുപോലെ തന്നെ അവന് അതിനെ കുറിച്ചിട്ടുള്ള ശ്രദ്ധ അതില്ലാതാവുകയാണെങ്കിൽ ഇതുണ്ടാവാനുള്ള കാരണം ഈ ദിറയുണ്ടാവുന്ന കാര്യങ്ങളിൽ നിന്ന് എതിരായിട്ടുള്ള കാര്യങ്ങളിൽ അവൻ മുഴുകുന്നത് കൊണ്ടാണ്. ഒന്ന് പ്രകൃതിയാ ചില ആളുകൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അവന്റെ ഹവ അവനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഷഹ്വത്ത് അവന് കൂടുതലായിട്ടുണ്ടാവും. നഫ്സ് ഇങ്ങനെ കൂട്ടിക്കുഴച്ചുകൊണ്ടിരിക്കും. ഷൈത്താനിന്റെ കബളിപ്പിക്കലുണ്ടാവും. അള്ളാഹുവിന്റെ വാഗ്ദാനവും താക്കീദിനെയും ഒക്കെ മെല്ലെ ഉണ്ടാവുള്ളൂ, അതിനൊന്ന് പതുക്കെയാക്കി വെക്കും. വതൂലുൽ അമൽ, ദുനിയാവിൽ വലിയ പ്രതീക്ഷയുള്ളത് കൊണ്ട്. വറഖദത്തുൽ ഗഫ്ല, അശ്രദ്ധയിൽ മുഴുകുന്നത് കൊണ്ട്. വഹബ്ബുൽ ആജില, ദുനിയാവിന്റെ ഈ പെട്ടെന്നുള്ളതിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്. വറുഖസുത് തഅ്വീൽ, പല ന്യായീകരണങ്ങൾ പറയുന്നതുകൊണ്ട്. വൈൽഫുൽ അവായിദ്, പല ശീലങ്ങളോടുള്ള അടുപ്പം കൊണ്ട്. ഫഹുനാക ലാ യുംസികുൽ ഈമാൻ ഇല്ലല്ലദീ യുംസികുസ് സമാവാതിൽ അർദ. ഇങ്ങനെയുള്ള ഒരുത്തന്റെ ഈമാൻ പിടിച്ചു നിർത്തുക ആര് മാത്രമാണ്? ആകാശഭൂമികളെ നീങ്ങിപ്പോകാതെ ആരാണോ പിടിച്ചു നിർത്തുന്നത് അവൻ മാത്രമേ പിടിച്ചു നിർത്തുള്ളൂ. അതായത് ഇതുപോലുള്ള കാര്യങ്ങൾ കാരണത്താൽ ഒരാൾ എന്താകും? പരലോകത്തിലും അള്ളാഹിലും വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ പോലും അവൻ അതിനനുസൃതമായ കർമ്മങ്ങൾ ചെയ്യാതെ അതിനെതിരായി ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഈ കാരണങ്ങൾ അതിനുള്ള കാരണങ്ങളാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ആളുകൾ ഈമാനിന്റെയും അമലുകളുടെയും വിഷയത്തിൽ വ്യത്യസ്തരായിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ചില ആളുകൾ താഴ്ന്നുപോയി ഒരു അണുമണി തൂക്കം മാത്രം ഈമാനിന്റെ അവസ്ഥ ഉണ്ടാകുന്നവരെ ആളുകൾ കുറഞ്ഞു പോകും. ഈ കാര്യങ്ങളെല്ലാം മടങ്ങുന്നത്, അഥവാ ഈ ദുർബലതയുടെ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം മടങ്ങുന്നത്, ഒരുമിച്ച് കൂടുന്നത് അവന്റെ ഉൾക്കാഴ്ചയുടെ കുറവും അവന്റെ ക്ഷമയുടെ കുറവും കൊണ്ടാണ്. അതുകൊണ്ടാണ് ക്ഷമിക്കുന്ന ആളുകളോടും യഖീൻ ദൃഢതയുള്ള ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്ഹ് ചെയ്തത്. വജഅലഹും അഇമ്മത്തദ്ദീൻ, അവരെ എന്താക്കിയത്? ദീനിന്റെ ഇമാമിയങ്ങളാണെന്ന് പറഞ്ഞത്. സൂറത്തു സജ്ദയിൽ പറഞ്ഞതുപോലെ വജഅൽനാ മിൻഹും അഇമ്മത യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. അവരിൽ നിന്ന് നാം ഇമാമിയങ്ങളെ ഉണ്ടാക്കി. അതിനുള്ള കാരണം അവർ ക്ഷമിച്ചതുകൊണ്ടും അവർ ദൃഢമായി വിശ്വസിച്ചതുകൊണ്ടുമാണ്. അപ്പൊ സ്വബറും ബസീറത്തും ഉണ്ടെങ്കിലേ ആ ഈമാനിന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുകയും വിശ്വസിച്ചാലും ആ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ സാധിക്കുകയുള്ളൂ. കേവല വിശ്വാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള കാരണങ്ങൾ, നമ്മൾ നേരത്തെ വായിച്ച കാരണങ്ങളാലും ഈ ബസീറത്തിന്റെയും സ്വബറിന്റെയും കുറവ് കാരണത്താലും ആ സത്യപ്പെടുത്തുന്ന കാര്യത്തിന് എതിരായിക്കൊണ്ട് ഒരാൾക്ക് ബോധ്യം ഉണ്ടാവും. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവും, സ്വർഗം വിശ്വാസം ഉണ്ടാവും, നരകം വിശ്വാസം ഒക്കെ ബോധ്യം ഉണ്ടാവും. പക്ഷെ ഇതുപോലെയുള്ള കാരണങ്ങളാൽ അതിനെതിരായിട്ടുള്ള കർമ്മങ്ങളിൽ അവൻ വീണു പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അറിയിക്കുകയാണ്. അപ്പോ ഈ വിഷയങ്ങൾ ഈ ബാബിൽ അഥവാ ദുനിയാവിന്റെ വിഷയത്തിൽ വഞ്ചിക്കപ്പെട്ടവനാണ് ഏറ്റവും വലിയ കബളിപ്പിക്കപ്പെട്ടവൻ എന്ന് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസത്തിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.